അനന്തരത്തിലെ അടുത്ത ഹീറോയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. 12 വർഷമായി തലച്ചോറ് ചുരുങ്ങുന്ന രോഗവുമായി കഷ്ടപ്പെടുകയാണ് പറവൂർ സ്വദേശി ബിജു. പല കാരണങ്ങളാൽ രോഗം കണ്ടുപിടിക്കാൻ വൈകിയത് ബിജുവിന്റെ ജീവിതത്തെ സാരമായി ബാധിക്കുകയായിരുന്നു. ഭാര്യയും 2 കുട്ടികളുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ബിജു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സ തുടരുന്ന ഇദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവിന് മാസം 8000 രൂപയോളം ആവശ്യമുണ്ട്. കുടുംബ ചെലവുകൾ അതിനു പുറമെ. നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് ബിജുവിന്റെ കുടുംബം ഇതുവരെ മുന്നോട്ടു പോയത്. ദൈനംദിന ചെലവുകൾക്ക് പോലും കഷ്ടപ്പെടുന്ന ഈ കുടുംബത്തിന്റെ ഇനിയുള്ള ആശ്രയം അനന്തരമാണ്. ബിജുവിന് അനന്തരത്തിലേക്ക് സ്വാഗതം. ശ്രീ ബിജുവിനെയും കുടുംബത്തിനെയും ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സ്നേഹാർദ്രമീ തൂവൽ വാനം തലോടുന്ന പൂന്തിങ്കളേ. പറയൂ ചേട്ടന് ഈ അസുഖം തുടങ്ങിയിട്ട് 10-12 വർഷമായി. കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ആയുർവേദ, അലോപ്പതി, ഹോമിയോപ്പതി കുറേ പൈസകൾ ചിലവായി, ലക്ഷങ്ങൾ ചിലവായി. ഇപ്പോഴാണ് ഒരു 5-6 മാസമായിട്ടാണ് അസുഖം എന്താണെന്ന് കണ്ടെത്തിയത്. തലച്ചോറ് ചുരുങ്ങുന്ന അസുഖം. ബ്ലഡ് ഡൽഹിയിലോട്ട് അയച്ച് മെഡിക്കൽ കോളേജ് ചികിത്സ നടത്തിയത്. ഒരു 2-3 വർഷമായിട്ട് മരുന്ന് നിർത്തിയാക്കണമായിരുന്നു. ഏത് സമയവും ഇങ്ങനെ ശരീരം മൊത്തം അനങ്ങിക്കൊണ്ടിരിക്കും, വീഴുകയും ചെയ്യും, തലയൊക്കെ പൊട്ടി സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വരും. പിന്നെ മരുന്ന് 2-3 വർഷമായിട്ട് മരുന്ന് നിർത്തിയ സമയത്ത് 2-3 മാസത്തിന് മുമ്പായിട്ട് ഭയങ്കരമായിട്ട് ആൾ വയലൻ്റ് ആവല്, ഞങ്ങളെല്ലാവരും ഉപദ്രവിക്കൽ, വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ 2-3 മാസമായിട്ടുള്ളൂ മെഡിക്കൽ കോളേജിൽ മരുന്ന് കഴിക്കുന്നത്. അപ്പോൾ സൈക്കാട്രിസ്റ്റ് ഡോക്ടറും ന്യൂറോളജിയുടെയും കൂടെ മരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾക്ക് മാനസികമായിട്ട് ഇങ്ങനത്തെ കുഴപ്പങ്ങൾ വന്നത്. അതിനാൽ സൈക്കാട്രിയുടെയും ന്യൂറോളജിയുടെയും മരുന്ന് കഴിച്ചാൽ മാത്രം അസുഖം മാറൂല. ഇത് മാറണ അസുഖമല്ല, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. ഏതേരം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. മരുന്ന് കഴിച്ചാൽ മാത്രം കുറഞ്ഞിങ്ങനെ അനങ്ങാണ്ടിരിക്കുള്ളൂ. അതിന് സാമ്പത്തികം എനിക്ക് ചേട്ടനിട്ടുണ്ടും ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അടുത്ത വീട്ടിലൊരു ക്ലീനിങ്ങിന് മാത്രമായിട്ടാണ് പോണത്. അത് തൊട്ടടുത്ത വീട്ടിൽ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ചേട്ടൻ്റെ സമയത്ത് അടുത്ത ഏത് സമയത്ത് ആൾ കൂടെ വേണം. അതിന് സാമ്പത്തികമായിട്ട് 8000 രൂപ മരുന്നിനൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഒത്തിരി പേര് സഹായിക്കുന്നതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്, ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഈ കൊച്ചിനാണെങ്കിലും മൂത്ത കുട്ടിക്ക് മുമ്പ് നല്ല സ്മാർട്ടായിരുന്നു. ആൾ ക്രോസ് ആയിട്ടാണ് നടക്കണത്, കാല് വട്ടം വെച്ചാണ് നടക്കണം. പിന്നെ പഠിത്തത്തിലൊക്കെ പുറകോട്ടാണ്. അപ്പോൾ കൊച്ചിന് ചേട്ടൻ്റെ അസുഖം ഉണ്ടാകുന്ന അറിയാനായിട്ട് 2 പേരുടെയും ബ്ലഡ് എടുത്ത് ഡൽഹിയിലോട്ട് അയച്ചപ്പോൾ അത് 2 പേർക്കും ചേട്ടൻ്റെ അസുഖമില്ല, പക്ഷെ ബ്രെയിനിൽ ചെറിയ കുഴപ്പമുണ്ട് കൊച്ചിന്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്ക് എന്താണെന്ന് അറിയില്ല. ഈ മൂത്താക്ക് ബ്രെയിനിൽ കുഴപ്പമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവണല്ലോ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക്. അപ്പം ശ്രീചിത്രയിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. പക്ഷെ ചേട്ടൻ്റെ മരുന്നിന് ഞങ്ങൾക്ക് സാധിക്കണില്ല. കൊച്ചിനും ഒരു ചികിത്സ ഇല്ലാണ്ട് ഇപ്പം ഇരിക്കുകയാണ്. കൊച്ചുങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ കൊച്ചിനും പഠിക്കാനും ഒക്കെ സാമ്പത്തികമായിട്ട് ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് പൈസ ചിലവില്ല, പക്ഷെ മരുന്നൊന്നും കഴിക്കാൻ പറ്റണില്ല. പിന്നെ നടന്നു പോകാനും പറ്റാത്തതുകൊണ്ട് സ്കൂളിൽ നിന്ന് വണ്ടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ സ്കൂളുകാർ കൊണ്ടുപോയാണ്. പിന്നെ പലരും സഹായിച്ചാണ് ഇപ്പം ഇങ്ങനെ കഴിഞ്ഞു പോണത്. മരുന്ന് പക്ഷെ മുടങ്ങിപ്പോയാണ്. കൊച്ചിനും ചികിത്സയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പം അതിനുള്ള ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. വീട്ടിൽ 85 വയസ്സായ ഹാർട്ട് രോഗിയായ അമ്മയുമാണുള്ളത്. അമ്മക്കും മരുന്ന് കഴിക്കണം. അമ്മയുടെ മരുന്നൊക്കെ ഇപ്പം മുടങ്ങിക്കണം, അതൊന്നും കഴിക്കാൻ പറ്റണില്ല. സാമ്പത്തികമായ സഹായമാണ് ഇവർക്ക് ഏറ്റവും അടിയന്തരമായിട്ട് ആവശ്യമുള്ളത്. അദ്ദേഹത്തിന് 2 കൊല്ലത്തോളം മരുന്ന് കഴിക്കാതെ അസുഖം ചികിത്സിക്കാതെ ഇരുന്നപ്പോൾ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയും അത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ 2 മാസമായിട്ട് അവർ ചികിത്സ തുടരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ചികിത്സ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ വളരെ ഭാരിച്ച ചെലവാണുള്ളത്. അതിലും ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾക്ക് അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ രോഗമെന്നോ അതെന്താണ് മറ്റ് കാര്യങ്ങളെന്നുള്ളതോ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ മോളുടെ അത് തുടങ്ങിയ സമയത്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഡയഗ്നോസ് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ സാധിച്ചാൽ ഒരു പക്ഷേ അതെന്താണ് എന്നുള്ളതോ അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് തന്നെ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. വൈകിപ്പോയി എന്നുള്ളൊരു കാര്യം അവർക്ക് കേൾക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത്രയും സങ്കടകരമായിട്ടുള്ള വേറൊരു കാര്യമില്ല.
പക്ഷേ സാമ്പത്തികമായിട്ട് ഭർത്താവിൻ്റെ ചെലവുകൾ തന്നെ നോക്കി എത്തുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ എങ്ങനെയാണ് മകളുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് എങ്ങനെ കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ സങ്കടം. ഈ ഒരു അവസ്ഥയിൽ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചേച്ചിക്ക് ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അദ്ദേഹത്തിന് നിങ്ങൾ കാണുന്നുണ്ട്, എപ്പോഴും അവരുടെ സാന്നിധ്യം അദ്ദേഹത്തോടൊപ്പം വേണം. 2 മക്കളുണ്ട്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മകൾക്ക് ഇപ്പോൾ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെയൊക്കെയോ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് നിൽക്കുന്ന ആ ഒരു പ്രതീക്ഷ കൂടെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണത്. അതിലേക്ക് അവരെ തള്ളിവിടാൻ സാധിക്കില്ല. നമ്മൾ വേണ്ട രീതിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. പക്ഷെ ഒരിക്കൽ കൂടെ പറയുന്നു, ഇവർക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് സാമ്പത്തിക സഹായമാണ്. 2 പെൺകുട്ടികളാണ്, അവർക്ക് ഒരുപാട് വെല്ലുവിളികൾ അവരുടെ മുന്നിലുണ്ട്. പിന്നെയുള്ളത് അമ്മയാണ്. വീട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെ വലിയൊരു ചാലഞ്ചായി മുന്നോട്ട് പോകുന്ന സമയത്ത് 2 പേർക്ക് രോഗം എന്ന് പറയുന്നത് അതികഠിനമാണ്. എത്രയും പെട്ടെന്ന് സാമ്പത്തിക സഹായങ്ങൾ അവരെ തേടി എത്തുക എന്നുള്ളത് അവർക്ക് അത്രയും അത്യാവശ്യമാണ്. അനന്തരത്തിൻ്റെ പ്രേക്ഷകരിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, എത്രയും പെട്ടെന്ന് ഇവരെ കരകയറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കുക. അനന്തരം ടീം ഇവരുടെ ഒപ്പമുണ്ട്. എന്തായാലും ചേച്ചി, ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അനന്തരം ടീം നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. ഈ ഫ്ലോറിൽ വന്ന ഒരാളെയും അനന്തരത്തിൻ്റെ പ്രേക്ഷകർ സഹായിക്കാതിരുന്നിട്ടില്ല. ഇവിടെ വന്നവർക്കൊക്കെ വേണ്ട സഹായങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ഒട്ടും ആ ഒരു ശുഭാപ്തി വിശ്വാസം വിടണ്ട. മോളുടെ കാര്യത്തിൽ ഒട്ടും പേടിക്കേണ്ട. എത്രയും പെട്ടെന്ന് സാമ്പത്തിക സഹായങ്ങൾ എത്തും. മോളുടെ എന്താണ് അസുഖം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ അനന്തരം ടീം എന്താണ് അതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ധൈര്യമായിട്ടിരിക്കുക ചേച്ചി. ഹലോ, ഹായ്. ആള് ഭയങ്കര ഗൗരവത്തിലാണല്ലോ. മോളുടെ പേരെന്താ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നന്നായി പഠിക്കുന്നുണ്ടോ? എന്ന് പറയുമ്പോൾ എന്താ അത്ര സംശയം? പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് സ്വയം ഒരു സംശയമുള്ള പോലെ. നന്നായി പഠിക്കണ്ടോ? ശരി. ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ആഹാ, ഒരു നിര തന്നെ ഉണ്ട്. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ എല്ലാവരുടെയും പേര് പറയുന്ന അർത്ഥം അല്ലേ? അങ്ങനെ എല്ലാവരുടെയും സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. നന്നായി പഠിക്കുക. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നിങ്ങൾക്കാവുന്ന രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ എത്തിക്കുക. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പിൽ ഞാൻ ഇവരെ തിരിച്ചയക്കുകയാണ്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് അവരെ ഇവിടെ എത്തിയതും. നിങ്ങൾ കൂടെയുണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ മടങ്ങുന്നതും. ഇടം നെഞ്ചിൻ തുടിപ്പായി വിളിക്കുന്നു കുളിരേക. ഈ മനോഹരമായ സാന്ത്വനത്തിൻ്റെ യാത്രയിൽ, അതിജീവനത്തിൻ്റെ യാത്രയിൽ ഒരുപാട് കലാകാരന്മാരും നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നു. ഇന്നും ഒരുപാട് കലാകാരന്മാർ നമുക്കൊപ്പമുണ്ട്. സ്റ്റേജിലേക്ക് വിളിക്കാം ഒരുപാട് സന്തോഷത്തോടെ. റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തയായ സോണിയ. സ്നേഹാർദ്രമീ തൂവൽ വാനം തലോടുന്ന പൂന്തിങ്കളേ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എന്തൊക്കെയാണ് പരിപാടികൾ? എങ്ങനെ പോകുന്നു? പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അനന്തരം കാണാറുണ്ട്. ഒത്തിരി ആഗ്രഹമായിരുന്നു ഈ ഒരു വേദിയിൽ വരണം. ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ വന്നതിൽ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓരോ കലാകാരന്മാരും ഇവിടെ വന്ന് പാട്ട് പാടി പോകുമ്പോഴൊക്കെ ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ചേഞ്ച് അത് ചെറുതല്ല. മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അതൊരു വലിയ ഒരു സുഖമാണ്. ഇവിടുത്തെ ഒരു എനർജി നിലനിർത്തിക്കൊണ്ടു പോകുന്നത് നിങ്ങളാണ്. അപ്പൊ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരിക, ഒരു പാട്ട് കേൾക്കാം. ഉറപ്പായിട്ടും. താങ്ക് യു.